BJPക്ക് NDAക്ക് വീണ്ടും ഒരു റെക്കോർഡ് വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു വമ്പൻ വിജയമാണ് ഇപ്പോൾ NDAക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് TDP നേതൃത്വത്തിലുള്ള NDA പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ കൃഷ്ണ, ഗുണ്ടൂർ, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി ഗ്രാജുവേറ്റ്സ് മണ്ഡലങ്ങളിൽ നിന്ന് MLC തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ TDP, JSP, BJP സഖ്യം റെക്കോർഡ് വിജയം ഇവിടെ നേടിയിരിക്കുകയാണ്. കൃഷ്ണ ഗുണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് ആലപതി രാജേന്ദ്ര പ്രസാദ് തൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയായ PDFിലെ KS ലക്ഷ്മണ റാവുവിനെതിരെ 82,320 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം നേടിയിരിക്കുകയാണ്. അദ്ദേഹം 1,40,45,57 വോട്ടുകൾ നേടി. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 67%. ഗോദാവരി ഗ്രാജുവേറ്റ്സ് മണ്ഡലത്തിൽ നിന്ന് പെരബത്തുല രാജശേഖർ തൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയായ DV രാഘവുലിനെതിരെ 77,460 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് 1,24,702 വോട്ടുകൾ ലഭിച്ചിരുന്നു. മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ 62%. പൊതു തെരഞ്ഞെടുപ്പിൽ മുൻ കിഴക്കൻ പശ്ചിമ ഗോദാവരി ജില്ലകളിൽ NDAക്ക് 59% കൂടുതൽ വോട്ടുകളും സംയോജിത കൃഷ്ണ ഗുണ്ടൂർ ജില്ലകളിൽ 58% കൂടുതൽ വോട്ടുകളും ലഭിച്ചു. എന്നിരുന്നാലും MLC തെരഞ്ഞെടുപ്പിൽ ഗോദാവരി, കൃഷ്ണ, ഗുണ്ടൂർ മണ്ഡലങ്ങളിൽ NDA പിന്തുണച്ച സ്ഥാനാർത്ഥികൾ യഥാക്രമം 62% കൂടുതലും 67% കൂടുതലും വോട്ടുകൾ നേടിയിരിക്കുകയാണ്. മുൻ 4 ജില്ലകളിലെ 67 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ നൽകിയ വിധി സഖ്യ സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഭരണത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് NDA നേതാക്കൾ അവകാശപ്പെട്ടിരിക്കുകയാണ്. 2023 3 ബിരുദധാരികളുടെ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ TDP പിന്തുണച്ച സ്ഥാനാർത്ഥികൾ വിജയിച്ചതിനാൽ പുതിയ 2 വിജയിച്ചതോടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 5 ബിരുദധാരി സീറ്റുകളും NDA ഇപ്പോൾ നേടിയിരിക്കുകയാണ്. YSRCPയുടെ പിന്തുണ മൂലമാണ് ലക്ഷ്മണ റാവുവിന് തോൽവി സംഭവിച്ചതെന്ന് ഒരു TDP നേതാവ് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് MLC പോൾ ഫലങ്ങളെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. MLC തെരഞ്ഞെടുപ്പിൽ NDA പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടി തന്നെയാണ്. അതായത് ഒരു വലിയ തോതിലുള്ള റെക്കോർഡ് വിജയമാണ് ഇപ്പോൾ ഇവിടെ NDA അതായത് BJP TDP സഖ്യം നേടിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് 4 ജില്ലകളിലെ 67 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ നൽകിയ വിധി 2023 3 ബിരുദധാരികളുടെ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ TDP പിന്തുണച്ച സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ പുതിയ 2 കൂടെ വിജയിച്ചതോടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 5 ബിരുദധാരി സീറ്റുകളും ഇപ്പോൾ NDAക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുക തന്നെയാണ്. എന്തായാലും ഇത് തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന TDP NDA സർക്കാരിന് കൂടുതൽ വലിയ തോതിലുള്ള ശക്തി പകരുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് ഇന്ത്യ സഖ്യമെന്ന് തന്നെ പറയാം. എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു റിസൾട്ടിലൂടെ വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്.